ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ കുറുമയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറുമ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കറിക്ക് ആവശ്യം. നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കനാണിത്. ഇനി നമുക്ക് ഇതിലെ പ്രധാന ചേരുവയായ തേങ്ങാപ്പാലും റെഡിയാക്കി വെക്കാം. നേരിയ തേങ്ങാപ്പാൽ, അതായത് 2 പാൽ 1/4 കപ്പും കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1 പാൽ 1 കപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 15 കാഷ്യൂനട്ട് എടുക്കാം. അതൊരു ബൗളിലേക്ക് ഇടാം. ഇതിൽ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നല്ല ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതിയാകും. അതിനുശേഷം 15 മിനിറ്റിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് കുറച്ചൊരു ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഏലക്കായാണ്. 3 ഏലക്കായ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു 3 എണ്ണം ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 പാൽ, അതായത് നേരിയ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിഡ് ഒന്ന് തുറന്ന് നോക്കാം. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കാം. ഈ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുമ്പോൾ കറി നല്ല കട്ടിയായിട്ട് വരും. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 പാൽ ചേർക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നന്നായി തിളച്ച് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. 1/4 പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.